നമസ്കാരം. മദനോത്സവ് എന്ന് പറഞ്ഞൊരു സിനിമ 2023 തിയേറ്ററിൽ ഇറങ്ങി ഹിറ്റായ സിനിമയാണ്. ഇതുവരെയായിട്ട് ആ സിനിമ അവർ OTTക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്നാണ് ഈ സിനിമ OTTക്ക് വരുന്നതെന്നുള്ളത്. എന്തുകൊണ്ട് എത്ര നാൾ വൈകിയെന്നറിയില്ല. സ്ക്രിപ്റ്റ് അറിയാമല്ലോ, ഇതൊരു ഹ്യൂമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ കൂട്ടത്തിൽ രാഷ്ട്രീയവും ഫാമിലീനെയും കൂടി കണക്ട് ചെയ്തൊരു സ്ക്രിപ്റ്റ്. ഇതിനകത്ത് ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. കണ്ണൂരിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതേ സ്ലാങ് തന്നെ പിടിച്ചിട്ടുള്ള ഒരു കഥ തന്നെയാണ്. പക്ഷേ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ഇങ്ങനെയുള്ളൊരു കഥകൾ ഇതൊക്കെ എങ്ങനെ ഇറക്കുന്നു എന്നുള്ളതായിരുന്നു. സുരാജ് ഭാമാരുണാണ് വരുന്നത് നായികയായിട്ട്. രാജേഷ് മാധവൻ, ബാബു ആൻ്റണി. നമ്മൾ ബാബു ആൻ്റണിയൊക്കെ ചെയ്തിരിക്കുന്ന ഹ്യൂമർ അത് രസകരമായിട്ടുണ്ട്. സുധീ കോപ്പ, സ്വാതി ദാസ്, പി കുഞ്ഞികൃഷ്ണൻ, നമ്മുടെ മറ്റേ ജഡ്ജായിട്ട് വരുന്ന പുള്ളിയൊക്കെ, സുമേഷ് ചന്ദ്രൻ, രഞ്ജി കൺകോൾ. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ചിരിച്ച് ഇങ്ങനെ എല്ലാ സീൻസിലും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള സ്ക്രിപ്റ്റാണ്, വ്യക്തമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്, ജനങ്ങളുടെ പൾസ് അറിയാവുന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൂഡിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമ്മൾ ചിരിച്ച് ആസ്വദിച്ച് രസകരമായിട്ടുള്ള സ്ക്രിപ്റ്റ്. എല്ലാം നല്ല എൻഗേജിങ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണാം. ഒരു പഴയ കാലത്തെ നമ്മുടെ മലയാളി കൾച്ചറിലുള്ള ഒരു സിനിമ തന്നെയാണ്. ചില ആൾക്കാർ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ചില ആൾക്കാർക്ക് ഇത് കണ്ട് ശീലമുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.